എക്സ്ക്യൂസ് മീ. എന്താ പറയ്. തന്റെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഓ താങ്ക് യു സോ മച്ച്. ഡേ, ഇവിടെ നിങ്ങൾ എന്തെടുക്കാ? നിങ്ങൾക്ക് ഹോസ്റ്റലിലൊന്നും പോകണ്ടേ? അപ്പോഴാണ് അവര് ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ഞങ്ങൾ പോവാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ ഈ ചേട്ടൻ. കണ്ടവന്മാരൊക്കെ വിളിക്കണം നോക്കി നിക്കുവാണോ നീയൊക്കെ? അല്ല, അതിന് ചേട്ടൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഞങ്ങളല്ലല്ലോ, ആ ചേട്ടനല്ലേ ഞങ്ങളെ പിടിച്ചു നിർത്തിയേ. പൊന്നുമക്കള് ഹോസ്റ്റലിലേക്ക് പൊക്കോ, ചേട്ടന് കുറച്ച് ഡോസ് കൊടുക്കാൻ. നീ എന്തായി നോക്കിക്കൊണ്ട് നിക്കുവാ? ഓടി. മോനെ രാഹുലേ, നിന്റെ ചാട്ട എങ്ങോട്ടാന്ന് എനിക്കറിയാം. എല്ലാ പെൺപിള്ളേരുടെ അടുത്ത് കാണിക്കുന്ന പോലെ അവളുടെ അടുത്ത് എങ്ങാനും കാണിക്കാൻ ചെന്നാണ്ടല്ലോ. അവള് നിന്റെ കാമുകിയൊന്നും അല്ലല്ലോ, നിനക്ക് ഇത്ര കൊള്ളാൻ അവളോട് മിണ്ടിയപ്പം. ഇനി ഭാവിയിലെങ്ങാനും അവരെങ്ങാനും കാമുകന്മാരായാലോ മോനെ? ഭാവിയിൽ ആകുവാണെങ്കിലല്ലേ, അതിനു മുമ്പ് ഞാൻ അവളങ്ങ് വളച്ചാലോ? നീ വളയ്ക്കാൻ നോക്ക്, അവള് വളയോന്നറിയാലോ. അച്ചു, നീ കൊറേ നേരമായല്ലോ ചിന്തിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇതിന് മാത്രം ചിന്തിക്കാൻ? ഞാനൊന്നും ചിന്തിച്ചില്ലല്ലോ. ഞാനിങ്ങനെ ഓരോന്നൊക്കെ. എന്താ മോളെ, ആ സീനിയർ ഏട്ടനെ പറ്റി എങ്ങനെയാണോ ഈ ചിന്തിക്കുന്നത്? ഏത് സീനിയർ ഏട്ടൻ? കണ്ടോ കണ്ടോ കണ്ടോ, അവള് നിന്ന് പരുങ്ങുന്നു കണ്ടോ? സത്യം പറയടി, നീ ആരെ പറ്റിയാണ് ചിന്തിച്ചോണ്ടിരുന്നേ? എന്റെ പൊന്നുമാളും എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ എല്ലാരും വന്ന് കടന്നേ. നിന്നെ ഞങ്ങൾ എടുത്തോളാടി കള്ളി. എല്ലാം ഒന്ന് വേഗം എണീറ്റ് റെഡി ആയിക്കേ. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? നേരത്തും കാലത്തൊക്കെ കിടന്ന് ഉറങ്ങണം, അല്ലാതെ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് കലക്കി. ആര് എന്ത് ചിന്തിച്ചൂന്ന്? ഇന്നലെ രാത്രി മുഴുവൻ ചിന്തിച്ചത് അഭിച്ചേട്ടനെ പറ്റിയല്ലേ. ഏത് അഭിച്ചേട്ടൻ? നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി. രണ്ടും നിർത്തുന്നുണ്ടോ? കോളേജിൽ പോകാൻ സമയായി. സൂപ്പർ, രാവിലെ തന്നെ നല്ല കണിയാണല്ലോ. അപ്പോഴാണ് അവരെല്ലാരും അങ്ങോട്ടേക്ക് നോക്കിയത്. വല്ലതും പറയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതെ ഒന്നും ഇരിക്കത്തില്ല കേട്ടോ. ഇപ്പഴേ ഞാൻ പറഞ്ഞേക്കുവാ. രാവിലെ തന്നെ നിന്നെയൊക്കെ കെട്ടിയെടുത്തോ? അയ്യോ, നിന്നെ രാവിലെ കെട്ടിയെടുത്തോണ്ടല്ലേ ഞങ്ങളെ രാവിലെ നീ കെട്ടിയെടുത്തത് കണ്ടത്. ദേ ജെനി, രാവിലെ തന്നെ വെറുതെ ഒരു പ്രശ്നത്തിന് നീ നിക്കരുത്. നിന്റെ കൂട്ടുകാരിയോട് ആദ്യം നാക്കടക്കി വെക്കാൻ പറയടി. പിന്നെ നിന്റെ കൂട്ടുകാരിയുടെ വായിന്ന് വന്നത് പിന്നെ നല്ല കാര്യങ്ങളാണല്ലോ. അതാടാ അവിടെ ഒരു ശബ്ദം. ജെനിയൊക്കെയാ. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്, വാ പോയി നോക്കാം. എന്താ ജെനി രാവിലെ തന്നെ ഒരു പ്രശ്നം? ഞാനൊരു പ്രശ്നത്തിനും പോയിട്ടില്ല. ഇവരോട് വെറുതെ കുശലം ചോദിക്കുകയായിരുന്നു. പച്ചക്കള്ളം ഇവള് പറയുന്ന, പച്ചക്കള്ളം. ഇവള് അച്ഛനെ കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. അവള് കുശലം അന്വേഷിച്ചു പോലും. കുശലം, എന്റെ ദൈവമേ, ഇവളെ പോലും ഒരു കാട്ടുകള്ളി. ഇവള് പറയുന്നതൊക്കെ പച്ചക്കള്ള ചേട്ടാ. അവളെ എന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തി, അവള് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചേട്ടാ. നല്ല ഓവറാ, നിർത്തിക്കോ. നിന്നെ അവളെ ഭീഷണിപ്പെടുത്തിയോ? അവളെന്തായാലും കുശല അന്വേഷിക്കുമല്ലായിരുന്നു എന്നോട്. എന്തിനാ ജെനി ഇവരെ ഭീഷണിപ്പെടുത്തിയത്? അത് അബി, ഞാൻ വെറുതെ തമാശക്കൊന്നും അല്ല ചേട്ടാ. ഞങ്ങളെ കാണുമ്പോ ഇച്ചിരി ചൊറിച്ചിൽ കൂടുതലാ. ആ ചൊറിച്ചില് നമുക്ക് മാറ്റി കൊടുക്കാം. 4 പെങ്ങന്മാരും ക്ലാസ്സിൽ പോവാൻ നോക്ക്. വടി ക്ലാസ്സിൽ പോവാം. എന്നാ ഞങ്ങളങ്ങോട്ട് ചേട്ടാ. നീ എന്താടി അച്ഛൻ ഇവിടെ തന്നെ നിക്കുന്നേ? അതിനെന്നോട് പോവാൻ പറഞ്ഞിട്ടില്ല. 4 പെങ്ങന്മാരോടും ക്ലാസ്സിൽ പോവാനല്ലേ പറഞ്ഞത്. അത് ശരിയാ, നിന്നോട് പോകാൻ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാടി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? ഇവിടെ ഒന്നും നടക്കുന്നില്ല. വാ നമുക്ക് പോവാം. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ വീട്, എനിക്ക് ക്ലാസ് ഉണ്ട്. തൽക്കാലം നീ രക്ഷപ്പെട്ടു. എന്താ മോനെ ഒരു ചാട്ടം? ആളെ കാണുമ്പോ ഇത്ര ഇളക്കം കൂടുതലാണല്ലോ. എന്തിളക്കം? നീ ഒന്ന് പോയടാ ഒന്ന്. നിനക്ക് ആ പൂച്ചേനെ കാണുമ്പോ ഒരിളക്കം ഉണ്ട്, അതെനിക്കറിയാം. എന്റെ അളിയോ, നീ ഇങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. അപ്പാർമീസേ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിപ്പോ തീരെ ലെങ്ത് ഇല്ലാന്ന് എനിക്കറിയാം വീഡിയോക്ക്. ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ എനിക്ക് സ്റ്റോറേജിന്റെ കാരണം എനിക്ക് ഡബ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. ഇത് തന്നെയായിരിക്കും ബാക്കി ഇതിൻ്റെ ബാക്കിയായിരിക്കും വരുന്നത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ആമി, ലവ് യു.